സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ കുറേ നായ്ക്കൾ. ഇതെത്ര നായ്ക്കളാ? നിരീശ്വരവാദി നായ്ക്കൾ. ഈ നായ്ക്കളൊന്നും ആരും കാണുന്നില്ലേ? കേരളത്തിൽ ഭരണാധികാരിയോ ഇന്ത്യയിൽ ഭരണാധികാരികളോ കുറേ പാർട്ടിയും സംഘടനയും പോലീസും കോടതിയും കുറേ നിയമം നടപ്പിലാക്കുന്ന ആൾക്കാരെല്ലാം എന്തിനാടാ? ശമ്പളം മേടിച്ചിട്ട് കിടന്നുറങ്ങാനാ? ഈ നായ്ക്കൾ പെറ്റുപെരുകി ലോകത്ത് മുഴുവനും എന്താ പറയണ്ടേ, തൂറി വെച്ചിക്ക്. കാണുന്നിടത്തെല്ലാം തീട്ടം, ഈ നായ്ക്കളെ തീട്ടം. അപ്പോൾ ഈ നായ്ക്കളെ ഒരു വകുപ്പും ഇല്ലേ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാനുള്ള? അല്ലെങ്കിൽ നിയമമോ ഈ മറ്റുള്ള കാര്യമെല്ലാം അവിടെ മടക്കി വെച്ചേക്ക്. നായ്ക്കളിങ്ങനെ അഴിഞ്ഞാടുന്നതാണെങ്കിൽ പിന്നെന്തിനാ ഈ പോലീസും കോടതിയും ഗവൺമെൻറ്റും ഭരണവും ജനങ്ങളുടെ ടാക്സും അതും ഇതെല്ലാം മേടിച്ചിട്ട് ഈ നായ്ക്കളെ ജനങ്ങളെ മുമ്പിൽ ഇങ്ങനെ ഇറക്കിയിട്ട് നായ്ക്കളെ കൊണ്ട് ഇടങ്ങാറാക്കുന്നത് എന്തിനാ? ഈ നായ്ക്കൾ മാത്രം ടാക്സ് കൊടുക്കുന്ന നായ്ക്കൾ മാത്രം നാട്ടിലുള്ള മറ്റുള്ള മതസ്ഥരെ എത്ര മോശമായിട്ട് ഈ തൂറിയ പോലെ മേത്തൊക്കെ എറിയുന്നൊന്നും കാണുന്നില്ല ആരും. ഈ ഭരണാധികാരികളൊന്നും ഇല്ല, എല്ലാം പോയി ടൂറ് പോയതാ. എന്താ നിങ്ങളെല്ലാം അവസ്ഥ? ഒരു പണിയെടുക്കാൻ ജനങ്ങൾക്ക് സുരക്ഷിതത്വവും നിയമം നടപ്പിലാക്കാനുള്ള ജോലിക്ക് വേണ്ടിയിട്ടാണ് നിയമമേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ പലതരത്തിലുള്ള അധികാരത്തിലെല്ലാം വരുന്നത്. പിന്നെ ഈ തൂറി നാറ്റിയ ആൾക്കാർ ഇങ്ങനെ ജനങ്ങൾക്കെതിരെ ഇങ്ങനെ പറയുന്നത് കേൾപ്പിച്ചു കഴിഞ്ഞാൽ മതമില്ലാത്ത ആളുകൾ മതമില്ലാത്ത കോലത്തിൽ ജീവിച്ചോട്ടെ, അതിനാർക്കും എതിരെ അഭിപ്രായമൊന്നുമില്ല. പക്ഷേ മതവിശ്വാസികളെ ഈ കോലത്തിൽ പറയിപ്പിക്കുന്ന എന്തിനാ? ഇവിടുത്തെ പോലീസും കോടതിയും ഇവിടുത്തെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷവും എല്ലാവരും ഉത്തരവാദികളാണ് ഈ നായ്ക്കളെ ഇങ്ങനെ അയച്ചു വിട്ടതിൽ. നിങ്ങളെല്ലാം എന്തിനാ ഈ ശമ്പളം മേടിക്കുന്നത്? അത് പറ ആദ്യം. ശമ്പളം കറക്റ്റ് മേടിക്കുന്നുണ്ടാവില്ല എല്ലാവരും. ഈ നായ്ക്കൾ ആരും കാണുന്നില്ല. സോഷ്യൽ മീഡിയയിൽ എത്ര നായ്ക്കൾ തുറന്നു കഴിഞ്ഞാൽ ഈ നായ്ക്കളെ തന്നെ കാണുന്നുള്ളൂ. ഇതൊന്നും നേരെയാക്കാൻ പറ്റാത്ത നിയമം എന്തിനാ പിന്നെ? മനുഷ്യന്മാർക്ക് വഴി നടക്കാൻ പറ്റില്ല, മതവിശ്വാസികൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെന്തിനാ മതേതരത്വ ഇന്ത്യ എന്നെല്ലാം പറയുന്നത്? നിരീശ്വരവാദികളുടെ ഇന്ത്യ എന്നാക്കണം. മതവിശ്വാസികളെല്ലാം എന്താ ചെയ്യേണ്ടത്? നിരീശ്വരവാദികൾ അവരുടെ ആശയം പ്രചരിപ്പിച്ചോട്ടെ. മറ്റുള്ള ആളുകളെ തേച്ചിട്ടാണോ നിരീശ്വരവാദികൾ പ്രചരിപ്പിക്കേണ്ടത്? അതുകൊണ്ട് ജനങ്ങൾ നിയമം കയ്യിലെടുത്തു കഴിഞ്ഞാൽ വളരെ മോശമാണ്. ഫേസ്ബുക്കും യൂട്യൂബും മറ്റുള്ള മീഡിയകളെല്ലാം തുറന്നു കഴിഞ്ഞാൽ ഈ കഴുതകളെ തന്നെ കാണുന്നുള്ളൂ. എന്തിനാ നിങ്ങളെല്ലാം പിന്നെ ഈ പോലീസിൻ്റെ വേഷം ഇട്ടിട്ടും കോടതിൻ്റെ വക്കീലന്മാരായിട്ടും ജഡ്ജിമാരായിട്ടും ഇന്ത്യൻ ഭരണഘടനയും നിയമനിർമ്മാണം ഇതെല്ലാം എന്തിനാ ഇത് കഴിയാത്ത പണിയെടുക്കുന്നത് എന്തിനാ? ജനങ്ങളെല്ലാം റോഡിൽ ഇറങ്ങട്ടെ, അതാ നല്ലത്.